വിയറ്റ്നാം ഒരു ഫുള്ളി സർപ്രൈസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. നമ്മൾ എവിടെ പോയാലും നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ നമ്മളിപ്പം കാണാൻ പോണത് മങ്കി മൗണ്ടനിലാണ്. സോ അതും ഒരു വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ മങ്കി മൗണ്ടനിലെത്തി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാൻ പോകണം. എന്താണ് ഇവിടെ കുറേ ബുദ്ധിസം സ്റ്റാച്യൂം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ പോയി കാണണം. കുഡ് യു എക്സ്പ്ലെയിൻ what is this place? That's the Buddhist tower. Buddhist tower. Yeah, and we also call it Buddhist stupa. Buddhist stupa. Yeah. What? We worship the Buddhist relics inside. The Buddhist relic is like the one body part of the Buddha. When the Buddha was dead and his body part was burned totally, there's one body part that cannot burn. We call it Buddhist relics. Buddhist relics. Yeah, and we worship the Buddhist relics inside. We can show. See? No, we can't go to see the Buddhist relic. We just go to worship with the Buddha. Yeah. Oh. So you can go to see the tower and pray inside. And we're just allowed to enter the first floor. We're not allowed to go up. Yeah. There are 6. 1, 2, 3, 4, 5, 6, 7, 9. 9 floor. But we cannot up to. Yeah, we're not allowed to go up from the second floor upward. We're just allowed to enter the first floor. After that, what we see like in the main hall of the pagoda. Pagoda. Yeah, the main hall is like the main building. The monk come there to do chanting. Yeah. I don't know, but okay. Yeah. And from there you can go to the Lady Buddha statue. But this is the big one. Yeah. How meter long? 67 meters. 67 meter Yeah. long. Ooh, nice. It has it's like a building with 17 floors. 70 floor. Yeah. There are meter height. Yeah. The height is 67 meters high. So guys, 67 meter height ആണ് ആ ഒരു ബുദ്ധയ്ക്ക്. So that's all. In here, monkey, where we saw monkey. Sometimes you can see monkeys around here, but now it's late. I'm afraid they just go up to the mountain to sleep. Yeah. Okay. During daytime, you can spot some monkeys here. Okay. So guys, സോ ഇവിടെ കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്താണ് കുറേ ടൈപ്സ് ഓഫ് ബുദ്ധിസം നമുക്ക് ആകെ അറിയാനുള്ളത് ഈ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റാച്യു ആണ് നമ്മൾ കൂടുതൽ ആൾക്കാരെ വീട്ടിൽ കാണുന്നത് കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. മീൻസ് ഇത്ര ടൈപ്സ് ഓഫ് ബുദ്ധിസം ഉള്ള കാര്യം. ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. സോ ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. ബുദ്ധിസത്തിൻ്റെ വലിയൊരു സ്റ്റാച്യു ഇങ്ങനെ കിടക്കണതായിട്ട് നമുക്ക് കാണാം. ഇതെല്ലാം മാർബിൾ കൊണ്ട് ഉണ്ടായത്. നമ്മൾ ലേറ്റായി സത്യം പറഞ്ഞാൽ. സോ നൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാണാൻ പറ്റാത്തത്. ഇതേ ഈ ഒരു സ്ഥലത്ത് ആണ് നമ്മൾ കാർത്തിക് സൂര്യയും വന്നിട്ടുള്ളത്. നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയണത്. ഇവിടെ വെറൈറ്റീസ് കുറേ ടൈപ്സ് മങ്കിയുണ്ട്. ബട്ട് ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ മങ്കി മൗണ്ടൻ ആണ്. ഇപ്പം ഫുൾ സൈലൻ്റാണ്.
ഏറ്റവും വലിയ സ്റ്റാച്യു ആണ് ഈ സ്റ്റാച്യു. നമ്മൾ വണ്ടിയിലിരുന്നപ്പോൾ കണ്ട സ്റ്റാച്യു ആണ് ഇത്. ബെല്ലടിക്കുന്ന സൗണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ സ്റ്റേക്ക് കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിലെത്തി. എന്ത് വലിയ സ്റ്റാച്യു അത്. അല്ല ഇതെന്താ എടുക്കണമെന്ന് വെച്ചാൽ കിട്ടി. എന്ത് സാധനം അത്? 6 ലക്ഷം കൊണ്ട് പിടിക്കുക. ഇട്ട് നോക്കട്ടെ. ഇത് ടൈറ്റാണ്. കയറിയ ചിലപ്പോൾ ഇറങ്ങൂല, പൈസ കൊടുക്കേണ്ടി വരും. ഹൗ മച്ച്? 40,000. ഗൈസ് 40,000 കൊടുത്ത് ഇതൊന്ന് വാങ്ങിച്ചു. സോ ഗൈസ് നമ്മളങ്ങനെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. നമ്മൾ പാക്കേജിലില്ല, ബട്ട് നമ്മൾ മങ്കി മൗണ്ടൻ പോയിട്ട് വല്ല കാര്യമൊന്നും ഇല്ലായിരുന്നു. മങ്കിയൊന്നും ഇല്ലായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് വലുതായിട്ട് ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ ബീച്ച് കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുത്തെ ബീച്ച് വന്നിരിക്കുകയാണ്. ഇതാണ് ദനാങ് ബീച്ച്. സോ ഗൈസ് നമ്മൾ അവിടെയാണ് മറ്റേ ഇത് മങ്കി മൗണ്ടൻ കാണാൻ പോയത്, ആ ബുദ്ധൻ്റെ അടുത്ത്. ദനാങ് എഴുതിയിരിക്കുന്ന സ്റ്റൈൽ കണ്ട, ദനാങ് ബീച്ച് തന്നെ. നീ ശ്രദ്ധിച്ചു നോക്കി, ദനാങ് ബീച്ച് തന്നെ എഴുതിയിരിക്കണം. ഇവിടുത്തെ ബീച്ചിൻ്റെ മണ്ണ് വേറെയാണ് കേട്ടോ, നമ്മൾ അവിടുത്തെ കണക്കല്ല. അവിടെയാണെങ്കിൽ നമ്മളെ കട്ടി ഒരു ഗോൾഡൻ കളർ മണ്ണാണ്, ബട്ട് ഇവിടെ ഗോൾഡൻ കളർ അല്ല. ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ അതുവരെ അത് ഫുൾ ബീച്ചിൻ്റെ സൈഡാണ്. ഈ ഒരു ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. അതാണ് ഏറ്റവും പറയേണ്ട മെയിൻ കാര്യം, അതാണ്. നല്ല വൃത്തിയുണ്ട് ബീച്ച്. ഇവിടെ ആരോ ഇങ്ങനെ ഒരു പടം വരച്ചിരിക്കുന്നു. എന്ത് പടമാണെന്തോ അറിഞ്ഞില്ല. ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.